നമസ്കാരം. 2026 വിഷു ഫലം. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യ പാദ നക്ഷത്രക്കാർക്ക്, ഈ രാശിക്കാർക്ക് ഈ വിഷു വർഷം അനുകൂലമാണ് എങ്കിലും ധാരാളം പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു വർഷമാണ്. വർഷത്തിന്റെ ആദ്യത്തിലൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നല്ലതുപോലെ അവർക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. വ്യാഴം 11-ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അത് ഗുണപ്രദമാണ് അവർക്ക്. 2026 ജൂൺ വരെ ആയതിനാൽ പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതാണ് ഈ സമയത്ത്. പിന്നീട് അതിനുശേഷം ചില മാറ്റങ്ങൾ തിരിച്ചടികളായിട്ടൊക്കെ വരാറുണ്ട്. പുതിയ അവസരങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥ പ്രമോഷനും കരിയറിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നൊരു വർഷമാണ്. സാമ്പത്തിക ബാധ്യതകളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. സാമ്പത്തിക ഉയർച്ച നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ആഡംബര വസ്തുക്കൾ, വസ്തുവൊക്കെ വാങ്ങാനായിട്ട് യോഗം കാണുന്നു. വിദേശ യാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട്. ബന്ധുജന വിരോധം, വ്യവഹാര വ്യവസ്ഥ ഉണ്ടാകുന്നതാണ്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് തൊഴിൽ തർക്കം, ധനനഷ്ടം, രാഷ്ട്രീയ ഇടപെടലുകൾ ഇവയുടെ ഉപയോഗമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കുടുംബസ്വത്ത് ഭാഗം വെച്ച് അത് പൈതൃക സ്വത്തുക്കൾ ലഭിക്കാനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം, കുടുംബത്തിൽ അകാരണമായിട്ടുള്ള വ്യഥാ കലഹങ്ങൾ, രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടാകാം. സന്താനങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ കലഹങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാം. കുടുംബസ്വത്തിന് വേണ്ടിയിട്ട് വ്യവഹാരങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതുമൊക്കെ പറഞ്ഞ് രമ്യതയിൽ അവസാനിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം. വിദഗ്ധ ചികിത്സ, അതായത് രോഗാരിഷ്ടതകൾക്ക് വിദഗ്ധ ചികിത്സയൊക്കെ അനിവാര്യമാകുന്നുണ്ട്. ഉദര നേത്ര രോഗങ്ങളൊക്കെ നിങ്ങളെ വല്ലാതെ ശല്യപ്പെടുത്തുന്നതാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് മൂലം നിങ്ങൾക്ക് കൂടുതൽ ധനവ്യയം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ തൊഴിൽ രംഗത്തും കർമ്മരംഗത്തും ഒക്കെ നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ഒരു കാലയളവ് തന്നെയായിരിക്കും ഈ 2026 എന്ന് പറയുന്ന ഒരു വർഷം. പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ഒരു മാറ്റം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. തൊഴിൽ രംഗത്ത് പൊതുവെ ഒരു വലിയ മാറ്റം തന്നെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. വ്യക്തി ജീവിതത്തിലെ കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും.